മുംബൈന്റെ കളി കണ്ടായിരുന്നോ? ഞാൻ കണ്ടടോ, ഞാൻ കണ്ടു. നമ്മളെ പഴയ വാങ്കടയിലെ മുംബൈനാ. ഒരു കളി, ഒരൊറ്റ കളി ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ ഇപ്പൊ കംബാക്ക് അടിച്ചു ഇനി പറഞ്ഞിട്ട് സീസൺ പോയി, ഇനി എന്ത് കംബാക്ക്. പക്ഷേങ്കില് ഹാർദിക് ഈ കളി പുറത്തിരിക്കുക, രോഹിത് ശർമ്മ അകത്തോട്ട് വരിക, പിന്നെ നമ്മളെ സൂര്യ ക്യാപ്റ്റൻസിയിൽ എടുക്കുക, 200 പോയ റണ്ണിന ചേസ് ചെയ്ത് ഈ കളി ജയിക്കുക. എനിവേസ് മുംബൈ ഇന്ത്യൻ ഫാൻസിന് രോഹിത് അവിടെ വന്ന് അടിക്കുമ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് ഹാപ്പി ആയിന്. സീസൺ ഔട്ട് ആയതോ കപ്പ് പോയതൊന്നും അവർക്കൊരു വിഷയമല്ല. പിന്നെ ആദ്യമായിട്ട് ഈ സീസണിൽ ഞാൻ അംബാനി ഫാമിലി എല്ലാം ഇരുന്നിട്ട് കരയുന്നതെല്ലാം കണ്ട്. അവര് വന്നിട്ട് രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്നെല്ലാം കണ്ടിന്. എന്റെ പൊന്നെ അംബാനി ചേച്ചി, നിങ്ങൾ ആ ക്യാപ്റ്റനെ മാറ്റുന്ന ടൈമിന് ഇപ്പൊ നമ്മള് ചെന്നൈ സൂപ്പർ കിങ്സ് അതിമനോഹരമായിട്ട് ധോണീന വേണ്ട ട്രിബ്യൂട്ട് എല്ലാം കൊടുത്തിട്ട് മാറ്റിയിട്ടില്ലേ? അതേപോലെയൊക്കെ ചെയ്താൽ പോരായിരുന്നോ ക്യാപ്റ്റൻസി? ഇത് അവിടുന്ന് വരുമ്പോഴേക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ക്യാപ്റ്റൻ പാണ്ഡ്യ അന്ന് തുടങ്ങിയതാണ് ഈ കഷ്ടപ്പാടും കഷ്ടകാലല്ലോ. പിന്നെ ഇതുവരെ കരകയറാനായിട്ടില്ല. ഇന്ന് ഒന്ന് മാറിയിരിക്കുമ്പോഴേക്ക് ടീം വൻ ഫോമിൽ. ഇനി ഫോമൊന്നും പറയാനാവില്ല. ഇപ്പോഴും ആ തിലകും അതേപോലെ തന്നെ നമ്മളെ സൂര്യകുമാർ യാദവല്ലോ കളിക്കുന്ന കളി കണ്ടേയല്ലേ. അവന്മാർക്ക് ഇപ്പോഴും അവിടെ സ്റ്റേജും കിട്ടിയിട്ടില്ല, അവന്മാർക്ക് ഇപ്പോഴും അവിടെ സെറ്റ് ആയിട്ടില്ല. എന്തിന് ഇത്രയും നാള് പുറത്തിരുന്ന രോഹിത് ശർമ്മയാണ് മുംബൈന്റെ ടോപ്പ് 3 റൺ ഗെറ്റർ ഈ സീസണിൽ. അത് 250 റണ്ണോ 259 റൺ എന്തോ. അതാണ് ഈ സീസണിന്റെ കാര്യം. ഹർദിക്കിനെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ ഹർദിക്ക് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ടീമിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് ടീം എത്തുമായിരുന്നു. ടീമിന് അതിന് മാത്രമുള്ള സ്ട്രെങ്ത് ഉണ്ടല്ലോ. സോ മുംബൈ മാനേജ്മെന്റ് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചു വലിച്ചിട്ടോ എന്തൊക്കെയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സീസണിൽ കാണാം കലിപ്പടക്കം കപ്പടക്കം.